കേസൊന്നും ആക്കണ്ട, 2 പെൺകുട്ടികളുടെ കല്യാണം കഴിക്കാനുള്ള അവന് താഴെയുള്ള 2 പെൺകുട്ടികളുടെ കല്യാണം കഴിക്കുക കേസാക്കണം, ഞാൻ അവിടെ വരാണ്ട് ഞങ്ങൾ നോക്കിക്കോളാം, അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഞാൻ അങ്ങോട്ട് വരികയില്ല എന്ന് പറഞ്ഞിട്ട് അവനെ അടിച്ചിട്ട് വീട്ടിലേക്ക് വന്നതാണ്. അവൻ്റെ അമ്മ പറഞ്ഞതിനെ കൊണ്ട് അവന് 2 പെൺകുട്ടികളുണ്ട്, അവരെ കേസായി കഴിഞ്ഞാൽ അവരെ കല്യാണം കഴിയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അവൾ മിണ്ടാണ്ട് പോകുന്നത്. അതാണ് കേസാക്കാനുള്ള കാരണം. ഒറ്റ പ്രാവശ്യം തന്നെ കണ്ടിട്ടുള്ളൂ, അന്ന് തന്നെ അവന് പറയാമെന്ന് വെച്ചാൽ വലിയ കുട്ടി മരിച്ചപ്പോഴും അവിടെ വീട്ടിൽ വന്നിട്ടുള്ള നാട്ടുകാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ നാട്ടുകാർ കണ്ടപ്പോഴും ഉച്ചയ്ക്ക് ശേഷം ഇവിടെ ഉണ്ടേനെന്ന് പറഞ്ഞു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അന്ന് വെള്ളിയാഴ്ച അതിനെക്കൊണ്ട് വലിയ കുട്ടിക്ക് വയറുവേദന അതിനെക്കൊണ്ട് പോകണ്ട പറഞ്ഞിട്ട് ചെറിയ കുട്ടീനും കൂടി അനിയത്തിനും കൂടി വീട്ടിലിരുത്തി. അപ്പോൾ അവൾ 2 മണിയായപ്പോൾ കുളിച്ചെങ്ങാണ്ട് തറവാട്ടിൽ ആടിനയക്കാൻ പോയി. അപ്പോൾ വലിയ മകള് കുളിക്കാൻ വേണ്ടി അവരെ ഡ്രസ്സുകളും ചെറിയ കുട്ടീൻ്റെ ഡ്രസ്സും അപ്പോസിൻ്റെ ഡ്രസ്സൊക്കെ തിരുമ്പിട്ടിങ്ങാണ്ട് സിറ്റ് ഔട്ടിൽ മറ്റേ വീട് വാർക്കാത്ത അതിൽ ആറിയിടാൻ വേണ്ടി വെച്ചിരിക്കുന്നു. മറ്റേ ബാത്റൂമിൽ അവൾ തോർത്തും ഇത് കുളിക്കാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൾ ആടിനയച്ച് വരുമ്പോൾ 2 ആൾ ഷെഡിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി പോകുന്നത് ചെറിയ മകൾ കണ്ടു. ശ്രീജേഷൻ അവിടെ നിന്ന് വരുമ്പോൾ കാണാം. അപ്പോൾ നിങ്ങൾ കൃത്യമായി തന്നെ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു ചെയ്ത് ചെറിയ മകൾ മൊഴി നേരിട്ടിട്ട് മറ്റേ സൈനിപ്പോൾ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥയ്ക്ക് നേരിട്ട് പറഞ്ഞു. അപ്പോൾ അത് മോക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞു. അത് മേഡത്തിനോട് വേറെ ഒരു പോലീസുകാരോടും പറഞ്ഞു ഇങ്ങനെ വന്ന് 2 ആൾ കർച്ചീപ്പ് കത്തി പോകുന്നത് കണ്ടു. അപ്പോൾ ചേച്ചി പെടയുന്ന ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ പട്ടിക പിടിച്ചിട്ട് എന്തോ കളിച്ച് വെച്ചിട്ട് അര പിടിച്ച് വലിച്ചു. നോക്കുമ്പോഴാണ് ഷാൾ കണ്ടത്. ഷാൾ കണ്ട് അതിന് മുന്നേ കാണിച്ച് ഞാൻ കസാലിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ കരഞ്ഞ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഇത് 2 ആൾ ഇറങ്ങിപ്പോകുന്നതും പറഞ്ഞിട്ട് അത് അവൾക്ക് തോന്നിയതാണെന്നും പറഞ്ഞ് അവർ അത് കോടതിയിൽ എവിടെയും ഇത് പരാതി എത്തിയിട്ടില്ല.